ഇത് കണ്ണൂർ ജില്ലയിലെ ടൂറിസം മേഖലയിൽപ്പെട്ട പ്രദേശങ്ങൾ. ടൂറിസത്തിന്റെ വികസന പാതയിലൂടെ അതിവേഗം സഞ്ചരിക്കുകയാണ് ഈ പ്രദേശങ്ങൾ. ഭരണാധികാരികൾ മാറി മാറി വന്നപ്പോഴും വാഗ്ദാനങ്ങൾ ഏറെ നൽകിയിട്ടും വികസനം അല്പം പോലും എത്തിച്ചേരാത്തൊരു പ്രദേശമിതാ വാഴമല. കണ്ണൂർ ജില്ലയിലെ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശാന്തസുന്ദരമായ പ്രദേശം. വിനോദസഞ്ചാരികളെ ഇന്നോളം ആകർഷിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഈ പ്രദേശം. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കേരളം അനുദിനം വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയാണ് ചരിത്രമേറെ പറയാനുള്ള വാഴമല എന്ന ഈ പ്രദേശം. പഴശ്ശി ട്രാക്ക്. ടിപ്പു സുൽത്താൻ പഴശ്ശിരാജാവുമായുണ്ടായ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ കുറിച്യപ്പടയുമായി പഴശ്ശി വയനാട്ടിലേക്ക് പലായനം ചെയ്തത് ഈ വഴിയാണ്. കുറിച്യ സമുദായക്കാർ തിങ്ങിപ്പാർത്ത സ്ഥലം. കണ്ണവും ഫോറസ്റ്റിന്റെ ഭാഗമായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ വഴിയിൽ കൂടി യാത്ര ചെയ്താൽ കുറിച്യ സമുദായത്തിന്റെ നിരവധി കാവുകൾ കാണാൻ പറ്റും. മറ്റൊരു മനോഹരമായ കാഴ്ച വില്ലൂന്നിപ്പാറയാണ്. മുത്തപ്പൻ നായാട്ടിന് വന്നപ്പോൾ വിശ്രമിച്ച പാറയാണിത് എന്നാണ് ഐതിഹ്യം. ഈ പഴശ്ശി ട്രാക്ക് 15 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ പഴശ്ശി ട്രാക്കിന്റെ ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ടൂറിസം മന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ നരിക്കോട്ടുമായി സന്ദർശിക്കുകയുണ്ടായി. ഒരുപാട് വാഗ്ദാനങ്ങൾ പറയുകയും പിന്നീട് ഒരു പ്രവർത്തനവും നടക്കാത്ത അവസ്ഥയിലാണ്. പഴശ്ശി ട്രാക്ക് ഇപ്പോഴും കാടുമൂടി കിടക്കുകയാണ്. ഈ പഴശ്ശി ട്രാക്ക് ഒരു ഇക്കോ ടൂറിസം ഭാഗമായി പുരോഗമിക്കുകയാണെങ്കിൽ ഈ നാടിന്റെയും പുരോഗതിക്ക് കൂട്ടാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാടൻപാറ. പഴശ്ശിരാജയുടെ ഒളിപ്പോരിലുണ്ടായിരുന്ന കുറിച്യപ്പട ഒളിവിൽ താമസിച്ചിരുന്നത് ഈ പാറയുടെ അടിഭാഗത്തായിരുന്നു. കുറ്റിപ്പാറ. വാഴമലയിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ കാൽനടയായി കാനനപാതയിലൂടെ നടന്നാൽ നമ്മൾ കുറ്റിപ്പാറയിലെത്തും. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകൃതി സൗന്ദര്യം വരദാനമായി കിട്ടിയ ഒരു പ്രദേശമാണിത്. പ്രശാന്തസുന്ദരമായ ഈ കാഴ്ച ജീവിതത്തിൽ വളരെ അപൂർവമായേ ലഭിക്കുകയുള്ളൂ. സൂയിസൈഡ് പോയിന്റിനെ ഓർമ്മപ്പെടുത്തുന്ന ഭീകരതയും ഇവിടെയുണ്ട്. മനോഹാരിതയും ഭയവും ഒരുപോലെ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുറ്റിപ്പാറ. നക്ഷത്രം ഉദിച്ചുയർന്ന പാറയെന്നും ഇതിനറിയപ്പെടുന്നു. വിമാനപാറ. സ്ഥലവാസിയായ മോൻസി ജോസഫിന്റെ സ്ഥലത്താണ് ഈ ഭീമാകാരമായ പാറ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ പാറ, ആ പാറയുടെ ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയുടെയും മുക്കാൽ ഭാഗവും കാണാം. ആ പരിസരങ്ങൾ പ്രത്യേകിച്ച് ആ പ്രദേശം കംപ്ലീറ്റ് മനോഹരമാക്കുകയും വിനോദസഞ്ചാരികൾക്ക് ആകർഷകമാകുന്ന രീതിയിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ പ്രദേശത്ത് ഒത്തിരിയേറെ വിദേശികളും
അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള ജനങ്ങൾ ഈ പ്രദേശത്തെ പാറ കാണാൻ വേണ്ടി വരികയൊക്കെ ചെയ്യും. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ പാറയെക്കുറിച്ച് കൂടുതൽ ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിരുന്നു. കാരണം ഈ പാറയ്ക്ക് വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ മാറ്റി വെച്ച് ആ പ്രദേശം പശ്ചാത്തലമൊക്കെ ഒരുക്കി മനോഹരമാക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതെല്ലാം വളരെ ഒന്നും നടപ്പിലായില്ല. അത്യപൂർവമായൊരു കാഴ്ചയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാറയുടെ ചരിത്രം പരിസരവാസികൾക്ക് ഒന്നും തന്നെ അറിയാത്തതാണ്. ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴ്വാരം പച്ചയുടുപ്പിട്ട് അതിമനോഹരമായി നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാറ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. വാഴമല പുൽമേട് അതിമനോഹരമായൊരു കാഴ്ചയാണ് വാഴമല പുൽമേടുകൾ നമുക്ക് നൽകുന്നത്. ആദിവാസി സമൂഹങ്ങൾ ഈ പുൽമേടിനെ പാണയെന്നാണ് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2800 അടി ഉയരത്തിൽ കിടക്കുന്ന ഈ പ്രദേശം ഊട്ടിക്ക് തുല്യമായ കാലാവസ്ഥയാണ്. കുട്ടിവീണപാറ വെള്ളച്ചാട്ടം. വാഴമലയുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണാൻ പറ്റുന്ന മനോഹരമായൊരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം. മഴക്കാലത്ത് അതിമനോഹരമായ വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉണ്ടാവാറ്. കുട്ടിവീണപാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണുന്നത്. മഴക്കാലങ്ങളിൽ ധാരാളമായിട്ട് വെള്ളമൊഴുകി നല്ല വെള്ളച്ചാട്ടങ്ങൾ ഇവിടെയുണ്ട്. വേനൽക്കാലത്ത് മാർച്ച് മാസം വരെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വരുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയ നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടമാണിത്. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു പ്രദേശമാക്കി മാറ്റാൻ സാധിക്കുന്ന കാഴ്ചയാണ്. ആദിവാസി സമൂഹം ഏറെ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്തിരുന്നത്. പണ്ടുകാലത്ത് ഈ പാറക്കെട്ടുകളുടെ മുകളിൽ കുഴിയുണ്ടാക്കി ആ കുഴിയിൽ നിന്നാണ് ഇവർ നെല്ലുകുത്തി അരിയുണ്ടാക്കിയിരുന്നത്. അങ്ങനെ ഏതോ ഒരു ആദിവാസി സ്ത്രീ നെല്ലുകുത്തി അരിയാക്കുന്നതിനിടയിൽ തൻ്റെ കുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ അഗാധതയിലേക്ക് പതിച്ച് മരണത്തെ പുൽകി. അങ്ങനെയാണ് ഇതിന് കുട്ടിവീണ വെള്ളച്ചാട്ടം എന്ന പേരുണ്ടായത്. വാഴമലയിലെ ഒരു സായം സന്ധ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്ന സുന്ദരമായ സൂര്യാസ്തമനമാണിത്. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന എത്രയെത്ര ദൃശ്യങ്ങളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി വാഴമലയുടെ ദൃശ്യഭംഗി ടൂറിസം വകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ വാഴമല കണ്ണൂർ ജില്ലയിൽ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാൻ കഴിയും. ടൂറിസം സാധ്യതകളേറെ ഉണ്ടായിട്ടും അധികാരികളുടെ ശ്രദ്ധ പതിയാതെ പോയ വാഴമല നാളെയുടെ ടൂറിസം ഭൂപടത്തിൽ വാഴമല ഇടം പിടിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, കാത്തിരിക്കാം.